ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എളുപ്പത്തിൽ എങ്ങനെ ഒരു അടിപൊളി വട്ടയപ്പം ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 4 മണിക്കൂർ കുതിർക്കാൻ വെച്ചതാണിത്. ഏത് ഗ്ലാസ്സിലാണോ പച്ചരി എടുത്തത് ആ സെയിം ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് തൊട്ട് 1 ഗ്ലാസ് വരെ തേങ്ങ ചിരകിയതെടുക്കാം. അളന്ന് നോക്കിയപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചോറ്. വേറൊരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും ഒരു പിഞ്ച് ഉപ്പും അതേപോലെ 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നിങ്ങളുടെ റൂം ടെമ്പറേച്ചർ അനുസരിച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 15 മിനിറ്റ്സ് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതാണ് ഞാൻ എടുത്ത ഈസ്റ്റ്. പഴകിയ ഈസ്റ്റ് ആവാതെ ശ്രദ്ധിക്കണം. ഇനി ഒരു മിക്സി എടുക്കുക. അതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പച്ചരി ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. 2 ഏലക്കയുടെ സീഡ്സ് ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺസ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. നമ്മളിപ്പോൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരം ഒന്ന് കൂടി നിൽക്കണം. എന്നാലാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കി എടുക്കുമ്പോൾ ആ മധുരം കറക്റ്റായിട്ട് വരുള്ളൂ. ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഈസ്റ്റും ചേർത്ത് കൊടുക്കണം. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ ഇതിൽ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് ഒരിക്കലും അരച്ചെടുക്കരുത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു അത്യാവശ്യം ഒരു തിക്ക് ബാറ്ററായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അരച്ച് വെച്ച ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി നമ്മളതൊരു 4 hours ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഇതാണ് നമ്മൾ അരച്ച് വെച്ചിരുന്ന ബാറ്ററുടെ കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പും ഷുഗറൊക്കെ നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഒരു 4 hours ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് വേണ്ടി മൂടി വയ്ക്കാം. 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബാറ്റർ നന്നായിട്ട് ഫെർമെൻറ്റായി പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അപ്പം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ ഫെർമെൻറ്റേഷൻ ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ റൂം ടെമ്പറേച്ചർ അതേപോലെ ഈസ്റ്റ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഫെർമെൻറ്റേഷൻ ടൈം. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബാറ്റർ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒഴിച്ച് അത് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കുക. 15 മിനിറ്റ്സ് സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മളൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്ത് നമ്മൾ ഇതേപോലെ അപ്പത്തിൽ കുത്തി നോക്കുക. അപ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. നല്ല അടിപൊളി സോഫ്റ്റ് വട്ടയപ്പമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്